എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരീക്ഷിച്ച് വിജയിച്ച ഒരു റെസിപ്പിയായിട്ടാണ്. അപ്പോൾ 4 മണിക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. രാവിലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടൊക്കെ ബാക്കി വരികയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. ഇത് രാവിലത്തെ ബാക്കി വന്ന പുട്ടാണ്. ഒരു ചിരട്ടപ്പുട്ടിൻ്റെ അളവിലുള്ള അത്രയും പുട്ടുണ്ട്. ഇത് മട്ടയരി വെച്ചിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇത് പൊടിച്ചിതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കുക. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും. അപ്പോൾ ഈ നെയ്യിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി, അതായത് പുട്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ചുമന്ന മട്ടയരി വെച്ചിട്ട് തയ്യാറാക്കിയ പുട്ടാണ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള പുട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി വെന്ത പുട്ടാണ്, എന്നാൽ കൂടി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രഷായിട്ട് തേങ്ങ ചിരകിയത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എള്ള് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തു. ഏലക്കയ്ക്ക് പകരം നിങ്ങൾക്ക് ജീരകം പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അമർത്തി തന്നെ മിക്സ് ചെയ്തോളൂ. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ വെള്ളമൊക്കെ വരും. ഇനി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുട്ട് വെച്ചിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. നമ്മൾ അവൽ വിളയിച്ചൊക്കെ കഴിക്കില്ലേ, അപ്പോൾ അതിൻ്റെ സെയിം ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഈസി അല്ലേ തയ്യാറാക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ 4 മണി പലഹാരം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക്